ഡോക്ടർ ഉദ്ദേശിക്കുന്ന തരത്തില് ഒരു ദിവസം പോലും ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞിട്ടില്ല. പ്രിയൻ ചേട്ടൻ തെറ്റായ തരത്തില് എന്നെ ഒന്ന് നോക്കിയിട്ട് പോലും ഇല്ല. നിന്നെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. ഇത് നീ സത്യം ചെയ്താൽ ഒഴിവാകുന്ന പ്രശ്നമല്ല. നിന്റെ ടെസ്റ്റുകളുടെ റിസൾട്ടാ ആയിരിക്കുന്നത്. അതിൽ നീ 1.5 മാസം ഗർഭിണിയാണെന്ന് കാണിച്ചിട്ടുണ്ട്. ഇത് സയൻസ് ആണ്. നിന്റെ വിശ്വാസത്തേക്കാൾ വലിയ സത്യം ഇതാണ്. ഇനിയെങ്കിലും ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്കുക. ഈ കടലാസുകളുടെ ബലത്തിലാണോ ഡോക്ടർ എന്റെ ചരിത്രത്തെ ചോദ്യം ചെയ്യുന്നത്? എന്നെ ചികിത്സിച്ച ആളാണെന്ന പരിഗണന കൊണ്ട് മാത്രം ഞാൻ നിങ്ങളെ വെറുതെ വിടുന്നത്. ഇല്ലെങ്കില് നിങ്ങളെ കൊണ്ടൊക്കെ ഞാൻ കണക്ക് പറയിപ്പിച്ചാണ്. നിങ്ങൾ ഇത്ര വൃത്തികെട്ടവരാണെന്ന് അറിഞ്ഞിരുന്നെങ്കില് ഞാൻ ഈ ആശുപത്രിയിൽ കാല് പോലും വെക്കില്ലായിരുന്നു. നിർത്തടി. കുറെ നേരമല്ലോ നീ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നു. നിനക്ക് മാത്രമേ ഒച്ച വയ്ക്കാൻ അറിയുമെന്നാണോ നിന്റെ വിചാരം? ഇത്രയും വലിയ നുണ പറഞ്ഞ് നിന്റെ കയ്യിൽ നിന്ന് കാശടിച്ചു മാറ്റാൻ നീ എന്താ അത്രയ്ക്കും വലിയ കോടീശ്വരിയാണോ? മാഡം എത്ര വലിയ തിരക്കുള്ള ഡോക്ടറാണെന്ന് നിനക്കറിയാമോ? നിന്നെ കണ്ടപ്പോ ഒന്നും അറിയാത്ത ഒരു പാവമാണെന്ന് കഷ്ടം തോന്നിട്ടാ ഇത്രയും സമയമെടുത്ത് ക്ഷമയോടെ ഡോക്ടർ എല്ലാ കാര്യങ്ങളും നിന്നോട് പറഞ്ഞത്. അവരെ ബഹുമാനിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഇങ്ങനെ അപമാനിക്കരുത്. റീതെ, ഞാൻ നിന്നോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞില്ലേ? ഡോക്ടർ ഇത്ര ക്ഷമ കാണിച്ചിട്ടും ഇവൾ ഇത്രയും മോശമായി സംസാരിക്കുമ്പോ ദേഷ്യം വരില്ലേ? കല്യാണം കഴിക്കാത്തൊരു പെൺകുട്ടിയോട് പെട്ടെന്ന് അവള് ഗർഭിണിയാണെന്നൊക്കെ പറഞ്ഞാ ഇങ്ങനെയൊക്കെ പെരുമാറിയെന്ന് വരും. ആ കുട്ടി ഷോക്കിലാണ്. ഞാൻ കൈകാര്യം ചെയ്തോളാം. നീ എന്നെ വിശ്വസിക്കണ്ട. ഞാൻ എടുത്ത ടെസ്റ്റുകളെയും വിശ്വസിക്കണ്ട. നിനക്ക് വിശ്വാസമുള്ള ഏത് ആശുപത്രിയിൽ വേണമെങ്കിലും പോയി ടെസ്റ്റ് ചെയ്തോളൂ. ആ ടെസ്റ്റിലും നീ ഗർഭിണിയാണെന്നേ വരൂ. ഇനി മേലാൽ അങ്ങനെ പറഞ്ഞു പോരുത്. ഡോക്ടറല്ല, സാക്ഷാൽ ദൈവം വന്ന് പറഞ്ഞാലും ഞാനത് വിശ്വസിക്കില്ല. ആളുകളെ പറ്റിക്കാൻ നടക്കുന്ന നിങ്ങളുടെ ഒന്നും ഈ മുഖം പോലും എനിക്ക് കാണണ്ട. പാർവതി, പാർവതി, പോട്ടെ ഡോക്ടർ. ഇത്രയൊക്കെ ക്ഷമയോടെ പറഞ്ഞു മനസ്സിലാക്കി ശ്രമിച്ചിട്ടും അവളെ തലയെ കയറുന്നില്ലെങ്കിൽ പോട്ടെ. ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളൊക്കെ അവള് തന്നെ അനുഭവിക്കട്ടെ. റീതെ, അങ്ങനെ പറയരുത്. ആളുകളെ കരുണയോടെ ചികിത്സിക്കുന്നതാ നമ്മുടെ ജോലി. ആ കുട്ടി സംസാരിക്കുന്നത് വെച്ച് അവളൊരു പാവമാണെന്നാ എനിക്ക് തോന്നുന്നത്. അവളറിയാതെ ആരോ അവളോട് അതിക്രമം കാണിച്ചതാവാനും സാധ്യതയുണ്ട്. ഇവളുടെ കേസ് അങ്ങനെയാണെന്ന് എന്താ ഡോക്ടർ ഇത്ര ഉറപ്പ്? അവള് ശരിക്കും അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കാൻ പറഞ്ഞ് കെഞ്ചില്ലായിരുന്നോ? ഇങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞ് ദേഷ്യപ്പെടുമായിരുന്നോ? മയക്കുമരുന്ന് കൊടുത്തും മറ്റും പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിക്കുന്ന ക്രിമിനൽസിനെ പറ്റി നമ്മൾ വാർത്തകളിൽ വായിക്കാറില്ലേ? ഇരകൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ പോലും പറ്റില്ല. പാറുവിന് സംഭവിച്ചത് അങ്ങനെയാണെങ്കിലോ? പാറു എവിടെ പോയി? ഡോക്ടർ വിളിച്ചതാണോ? സിസ്റ്റർ, പാറു ഡോക്ടറുമായിട്ട് സംസാരിക്കുകയാണോ? അവള് ഡോക്ടറോട് സംസാരിച്ചിട്ട് പോയി കഴിഞ്ഞു. പോയോ? പാറുവിന്റെ ടെസ്റ്റിന്റെ റിസൾട്ട് എല്ലാം വന്നില്ലേ? ഡോക്ടർ എന്താ പറഞ്ഞത്? അവള് ഓക്കെ അല്ലേ? അതൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ പാറുവിനോട് പോയി ചോദിക്കേ. ഇവരെന്തിനാ ഇങ്ങനെ എന്ത് ചോദിച്ചാലും ദേഷ്യപ്പെടുന്നത്? എന്നാലും ഞാൻ വരുന്നതിന് മുമ്പ് പാറു എന്തിനാ ധൃതി പിടിച്ച് പോയത്? ഒന്ന് വിളിച്ചു നോക്കാം. ഇവളെന്താ കോൾ എടുക്കാത്ത? ഇനി
ഡോക്ടർ ടെൻഷൻ അടിപ്പിക്കുന്ന പോലെ എന്തെങ്കിലും പറഞ്ഞു കാണോ? അവൾ എങ്ങോട്ടായിരിക്കും പോയത്? നിന്റെ ടെസ്റ്റുകളുടെ റിസൾട്ടാ ആയിരിക്കുന്നത്. ഇത് സയൻസ് ആണ്. നിന്റെ വിശ്വാസത്തേക്കാൾ വലിയ സത്യം ഇതാണ്. അതിൽ നീ 1.5 മാസം ഗർഭിണിയാണെന്ന് കാണിച്ചിട്ടുണ്ട്. അങ്ങ് വടക്ക് ജനിച്ചു വളർന്ന പാർവതി ഇവിടെ ജനിച്ചു വളർന്ന പ്രിയന്റെ മുമ്പിൽ എത്തിപ്പെട്ടെങ്കിൽ അത് യാദൃശികമായിട്ട് സംഭവിച്ചതല്ല. നിങ്ങൾ കണ്ടുമുട്ടണമെന്നുള്ളത് ദൈവനിശ്ചയമാണ്. ഈ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് പറയുന്നത് പോലെയാണോ ചേച്ചി? ദൈവം എനിക്ക് വേണ്ടി പാറുവിനെയും പാറുവിന് വേണ്ടി എന്നെയും സൃഷ്ടിച്ചു എന്നാണോ? നിങ്ങൾ കണ്ടുമുട്ടണമെന്നുള്ളത് ദൈവനിശ്ചയമാണെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഒരുമിക്കണമെന്നുള്ളത് ദൈവനിശ്ചയമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഒരുമിക്കാൻ യോഗമില്ല എന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. തലവര മാറ്റി വരയ്ക്കാൻ ദൈവങ്ങൾക്ക് കഴിയും. പ്രാർത്ഥിക്കാം രണ്ടാളും. എന്റെ ദേവി, എനിക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഇതിന് മാത്രം എന്ത് പാപോ ഞാൻ ചെയ്ത? എന്നെ മാത്രം എന്തിനാ നീ ഇങ്ങനെ പരീക്ഷിക്കുന്ന? എന്നെ കഷ്ടപ്പെടുത്തിയിട്ട് നിനക്ക് മതിയായില്ലേ? നീ എനിക്ക് തന്ന പരീക്ഷണങ്ങളെല്ലാം അവസാനിച്ചെന്ന് കരുതി ഞാനൊന്ന് സന്തോഷിച്ചു തുടങ്ങിയതായിരുന്നു. അപ്പോഴാ എന്റെ തലയിൽ ഇത്രയും വലിയൊരു ഇടുത്തി നീ വീഴ്ത്തിയത്. ഇത് ന്യായമാണോ? എല്ലാ ഭാരവും ചുമക്കുന്ന ഇവള് ഈ നാണക്കേട് സഹിക്കുന്ന നീ കരുതിയോ? ഈ ഭൂമിയിലുള്ളവരല്ല നിന്റെ മക്കളെ പോലെയല്ലേ? ഞാനും നിന്റെ മകളല്ലേ? സ്വന്തം കുഞ്ഞിന് ഇത്രയും വലിയ നാണക്കേട് ഏതെങ്കിലും ഒരു അമ്മ ഉണ്ടാക്കോ? എന്റെ ഭക്തിയും വിശ്വാസത്തെയും അളക്കാൻ എനിക്കെന്നെ പരീക്ഷിക്കാം. പക്ഷെ എന്റെ ചാരിത്രത്തെ ചോദ്യം ചെയ്യുന്ന തരത്തില് പരീക്ഷിക്കുന്നത് ശരിയാണോ? എത്ര വലിയ പരീക്ഷണങ്ങൾ ഉണ്ടായാലും പ്രശ്നങ്ങൾ ഉണ്ടായാലും നല്ലവരെ ദേവി ഒരിക്കലും കൈവിടില്ലെന്നാ